ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പുള്ളി എപ്പോഴും ഭയങ്കര ഫണ്ണി സ്റ്റോറീസ് ഒക്കെ ഇടുന്ന ആളാണല്ലോ. അപ്പം ഞാൻ ഒരു ലാഫിങ് റിയാക്ഷൻ അയച്ചു. അങ്ങനെ ഞങ്ങളുടെ കോൺവെർസേഷൻ സ്റ്റാർട്ടായി. അതിന് മുന്നേ ഞങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല, ഒന്നുമില്ല. ഫോളോ ചെയ്യാൻ തുടങ്ങി, സ്റ്റോറിക്ക് റിപ്ലൈ അയച്ചു. പിന്നെ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ഒരു ജാനുവരി, അതായത് 2023 ജാൻ ഫസ്റ്റ് വീക്ക് ഒക്കെ ആയപ്പോഴത്തേക്കിനെ ഞങ്ങൾ ഡേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സൂൺ റിലേഷൻഷിപ്പിലായി. പിന്നെ അങ്ങ് ഇവിടം വരെയൊക്കെ എത്തി, ഇത്രേ ഉള്ളൂ. പിന്നെ വീട്ടിലൊക്കെ പറഞ്ഞു, ഒഫീഷ്യലായി. അതാണ് ആൾക്കാർ ചോദിക്കും എന്താണ് പറയാത്തതെന്ന്. വീട്ടിൽ പറഞ്ഞാലല്ലേ അതെ 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 ആൾക്കാരോട് പറയാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ പറഞ്ഞത്, അല്ലേ? മരം ചുറ്റി പ്രണയം കഴിഞ്ഞിട്ട് മരം ചുറ്റി പ്രണയം കഴിഞ്ഞ് വീട്ടിൽ പറഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇനിയും എങ്ങനെ മനുഷ്യരെ പറ്റിക്കും എന്നുള്ളത് കൊണ്ട് അർജു പറ്റിക്കുന്നതൊക്കെ ഭയങ്കര വലിയ വീടാണ്. നമ്മൾ നാളെ വന്ന് സിംഗിളാന്ന് പറഞ്ഞ അടുത്ത വീട് ഇട്ട് കഴിഞ്ഞാൽ ഇനി ഇടുവോ അങ്ങനെ? അവൾ പോയി തമ്മനയില് അടുത്തത് ആ ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ട് ഇല്ലാതെ ഞാൻ ഡെയിലി ബ്ലോഗർ തന്നെ ഇട്ടേനെ. ശനി ഇടാൻ പറ്റൂല. പിന്നെ എന്തുകൊണ്ട് മറച്ചു വെച്ചു എന്നുള്ളതിനും ഉത്തരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് വീട്ടിലൊക്കെ പറഞ്ഞ് കുറച്ച് ഒഫീഷ്യലൊക്കെ ആക്കി കഴിഞ്ഞിട്ട് എല്ലാവരുടെ അടുത്തും പറയാം. പിന്നെ ഈ ഒരു പർട്ടിക്കുലർ ഡേറ്റ് അല്ലെങ്കിൽ ടൈം കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇന്ന് ഇടാമെന്ന് പറഞ്ഞാൽ ഇന്ന് ഇടാമെന്ന് പറഞ്ഞു, അങ്ങ് ഇട്ടു, അത്രേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അർജുനെ സ്നേഹിച്ചത് എന്നൊരു ചോദ്യം വന്നിരുന്നു. പറയണോ? അതിന് ഉത്തരം പറയണോ? വേണ്ടെങ്കിൽ പിന്നെ വേണ്ട, കോട്ടയെന്ന് എന്തിനൊക്കെ പറയുന്നൊക്കെ. പിന്നെന്തായിരുന്നു, അർജുൻ്റെ ഹ്യൂമർ സെൻസ് അല്ലാതെ എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ് ഞാൻ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുന്നത്. അതെ, ആദ്യമായിട്ട് കണ്ടൊരു ദിവസം മസിലുണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസം വന്നപ്പോൾ മുട്ടയടിച്ചിട്ട് വന്നു. മൂന്നാമത്തെ പ്രാവശ്യം കണ്ടത് ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട്. അന്ന് ആ മസിൽ എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. 15 ദിവസം കൊണ്ട് മസിൽ പോവോ? പിന്നെ ഇനി വേണ്ടല്ലോ. പിന്നെ പക്ഷെ ആൾ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്, ഭയങ്കര കുബുദ്ധിയാണ്, ഭയങ്കര വക്രബുദ്ധിയാണ്. കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ദീർഘവീക്ഷണമുള്ള ഒരാളാണ്. ദൈവം, ഇതൊക്കെ ട്രോളാവോ ദൈവം. പിന്നെ സിംഗിൾസിന് കമ്മിറ്റഡ് ആവാൻ എന്തെങ്കിലും ടിപ്പ് കൊടുക്കാവോ എന്ന് ചോദിച്ചായിരുന്നു അർജുനോട്. സിംഗിൾസിന് കമ്മിറ്റഡ് ആകാനോ? ഞാൻ അത് ഒരു ഐഡിയ ഞാൻ കണ്ടുപിടിച്ചായിരുന്നു. ഈ എൻ്റെ പോസ്റ്റ് 2 തരം ആൾക്കാർ കമൻ്റ് ഇടും. ഇവന് പെണ്ണ് കെട്ടത്തില്ലെന്ന്. ആണുങ്ങളിടും പെണ്ണുങ്ങളിടും. എന്നാൽ ഇവർക്ക് തമ്മിൽ അങ്ങ് മാച്ച് ആയിക്കൂടെ? റിപ്ലൈ കൊടുത്തിട്ട് കൊള്ളാം. പോസ്റ്റിന് റീച്ച് കിട്ടാനുള്ള അടുത്ത വഴി മനസ്സിലായില്ലേ? അർജുൻ്റെ പോസ്റ്റിന് അവരങ്ങ് മുട്ടിച്ചു കൊടുക്കണം. കമന്റ് ഇടുന്ന 2 പേര്. അതെ, ഏതെങ്കിലും ഒരു എക്സും വൈയും കമന്റ് ഇട്ടു, എക്സ് പ്ലീസ് ഗോ ടോക്ക് ടു വൈ എന്ന് പറഞ്ഞാൽ മതിയല്ലേ? കൊള്ളാം. അപ്പോൾ അതാണ് ടിപ്പ്. അല്ലാതെ പേഴ്സണലി ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കൂ? പേഴ്സണലൊന്നുമില്ല. ജിമ്മിൽ പോവുക, മുടി വളർത്തുക, നല്ല ഡ്രസ്സ് ധരിക്കുക, വീഴുന്നത് വരെ. അത് കഴിഞ്ഞ് കുളിച്ചില്ലേലും നനച്ചില്ലേലും കുഴപ്പമില്ല. ഇത്രേ ഉള്ളൂ ടിപ്പ്. ഓക്കെ ഓക്കെ. അപ്പം എല്ലാവരും അല്ല, നന്നായിട്ട് ഞാൻ എൻ്റെ നാട്ടിലെ പിള്ളേരോടൊക്കെ പറയുന്നതാണ്. അതുകൊണ്ടല്ല, ഞാൻ അവരൊക്കെ 8ാം ക്ലാസ് മുമ്പ് ആകുമ്പോഴേ ഞാനിപ്പം പറയാറുണ്ട് എല്ലാവരോടും ജിമ്മിൽ പോകും, എല്ലാവരും റെഡിയായി ബോഡിയൊക്കെ റെഡി. കാരണം കോളേജ് ആകുമ്പം, അല്ല ഞാൻ പൊതുവെ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റിന്റെ പറഞ്ഞാണ്. നിങ്ങൾ ഒപ്പം കുറച്ച് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ കോളേജിൽ നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് കിടുവായിട്ട് കണക്കാം. അപ്പം ആരെല്ലാം വളഞ്ഞോളൂ. എന്നിട്ട് വേണ്ട, ഇത്ര വലുതായിട്ടാണല്ലോ പെണ്ണ് സെറ്റായ. അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല കൂടുതലൊന്നും. ഡാർക്ക് ഡേയ്സ്, വി ഡോണ്ട് ടോക്ക് അബൌട്ട് ഡാർക്ക് ഡേയ്സ്. എൻ്റെ കാര്യമാണോ പറഞ്ഞത്? പഴയതെങ്കിൽ കുഴപ്പമില്ല.